Good afternoon. Okay. ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളിലെ 10ാമത്തെ ചാപ്റ്റർ ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കഴിഞ്ഞു, മാർക്കറ്റിംഗ് കഴിഞ്ഞു, ഇനി അടുത്തത് 10th 10ാമത്തെ ചാപ്റ്റർ മെറ്റീരിയൽസ് മാനേജ്മെന്റ്. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തിടുക ആരെങ്കിലും. പേജ് നമ്പർ 100. ഓക്കെ. ഓക്കെ, അപ്പോ നമുക്കറിയാം മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹോസ്പിറ്റലിലെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊക്കെ വരാം? അവിടുത്തെ ഉപകരണങ്ങള്, സാധനങ്ങള് അല്ലെ? ഏതാ? സ്റ്റെതസ്കോപ്പ് മുതല് സ്റ്റെതസ്കോപ്പ്, സർജിക്കൽ ടേബിള്, വെന്റിലേറ്റർ, അൾട്രാസൗണ്ട്, ഓട്ടോക്ലേവ്, ബാൻഡേജ്, സ്ട്രെച്ചേഴ്സ്, സ്റ്റെറിലൈസർ, തെർമോമീറ്റർ, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലെ? ഇതെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? മെറ്റീരിയൽസ് ആണ്. ഷെയർ ചെയ്തേക്കാം. സ്ക്രീനെ കറക്റ്റ് ചെയ്തിട്ട് ഓക്കെ. ഓക്കെ അല്ലേ? ഇതെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? മെറ്റീരിയൽസ് എന്ന് പറയാം. അപ്പൊ ഈ മെറ്റീരിയൽസ്, സാധനങ്ങളുടെയും എക്യുപ്മെന്റ്സുകള്, ഇതിന്റെയൊക്കെ മാനേജ്മെന്റ് ഒരു വലിയൊരു കാര്യമല്ലേ? ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചാണെങ്കിലും, ഏതൊരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട അല്ലെ? ഒരു പ്രധാനപ്പെട്ട ചെലവ് വരുന്ന ഒരു കാര്യമാണ്. ഒരു വലിയൊരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഉണ്ടാക്കി അവിടെ കുറെ സ്റ്റാഫുകളെ നിയമിച്ചു, അതുകൊണ്ട് മാത്രം അവിടെ കംപ്ലീറ്റ് ആവോ? അവിടുത്തെ പ്രവർത്തനങ്ങൾ പൂർണ്ണമാകോ? ആകോ? എന്തുകൂടി വേണം നമുക്ക് അവിടെ? അതിനനുസരിച്ചുള്ള ഉപകരണങ്ങൾ വേണം, മെറ്റീരിയൽസ് വേണം അല്ലേ? അപ്പൊ ഇപ്പൊ ഡോക്ടർ ആണെങ്കിലും നമ്മളിപ്പോ ചെറിയതായിട്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് പനിയാണെങ്കിലും എത്ര ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട്, തെർമോമീറ്റർ വെച്ച് നോക്കും അല്ലെ? നോക്കും, പ്രഷർ നോക്കും. ഇങ്ങനെയുള്ള അങ്ങനെ പല ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഡോക്ടർ ഡിസീസ് നമുക്ക് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതും അതിനുള്ള ട്രീറ്റ്മെന്റ് തരുന്നതും. അപ്പൊ എന്തായാലും എക്യുപ്മെന്റ്സ്, അതായത് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചായിക്കോട്ടെ, ഏതെങ്കിലും സ്ഥാപനങ്ങളെ സംബന്ധിച്ചായിക്കോട്ടെ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും ഇതോരോ സാധനങ്ങളാണ് അല്ലെ? വലിയൊരു വീട് മാത്രം പോരല്ലോ, അതിനുള്ള ഫർണിച്ചർ ഐറ്റം സാധനങ്ങള് അല്ലെ? അല്ലാതെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സുകള്, ഇതെല്ലാം നമുക്ക് വേണം അല്ലെ? അതിന്റെ കൈകാര്യം ഹോസ്പിറ്റലില് നമുക്ക് ഒരു സെക്ഷൻ, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. As far as any enterprises is concerned, materials are a major cost factor. ഏതൊരു എന്റർപ്രൈസസിനെ സംബന്ധിച്ചാണെങ്കിലും അല്ലെ? ഒരു എന്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ വ്യവസായ സ്ഥാപനം, ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചതാണെങ്കിലും മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വളരെ ചിലവ് വരുന്ന ഒരു കാര്യമാണ് അല്ലെ? പ്രധാന ചിലവ് ഘടകമാണ് മെറ്റീരിയൽസ്. നല്ലൊരു പൈസ ആവൂലേ ഈ ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ? ബിൽഡിംഗ് ഉണ്ടാക്കി, സ്റ്റാഫുകളെ നിയമിച്ചു, അതിലുപരിയായിട്ട് നമുക്കൊരു പ്രധാന ഭാഗം ഹോസ്പിറ്റലിലെ ബഡ്ജറ്റിന്റെ ഒരു ഭാഗം നമ്മൾ മെറ്റീരിയൽസിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം അല്ലെ? ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചാണെങ്കിലും മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ചെലവ് വരുന്ന ഘടകമാണ്. About 40% of the budgetary allocation is on procurement and management of stores in health care institution. Procurement എന്ന് പറഞ്ഞാൽ എന്താ? സംഭരണം. ഇപ്പോ ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനില് ബഡ്ജറ്റിന്റെ 40% എന്തിനു വേണ്ടിയിട്ടാണ്?
40% of the budgetary allocation is on the procurement and management of stores. ഈ മെറ്റീരിയൽസിന്റെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് അതിന്റെ സ്റ്റോറുകളുടെ സംഭരണത്തിനും മാനേജ്മെന്റിനുമാണ് ബഡ്ജറ്റിന്റെ ഒരു 40% ചെലവാകുന്നത്. മെറ്റീരിയൽസ് ക്യാൻ ബി ടേംഡ് ആസ്, ഇനി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ എന്താ? ക്യാൻ ബി ടേംഡ് ആസ് equipments, apparatus and supplies acquired, stocked and utilized by an organization. ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനം, അതിപ്പോ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ സംഭരണം, സ്റ്റോർ ചെയ്യുക, സംഭരണം, സംഭരണം. ഓക്കെ, അപ്പോ ഏതൊരു സ്ഥാപനമാണെങ്കിലും മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ എന്താണ്? എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങള്, അപ്പാരറ്റസ്, എന്തെങ്കിലും യന്ത്രങ്ങള്, അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ അക്വയർ ചെയ്യുന്നത് മുതൽ അത് സംഭരിക്കുകയും അത് സ്റ്റോക്ക് ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഉപകരണങ്ങൾ. അല്ലെ? ഇപ്പൊ എന്താണ് നമുക്ക് എന്തെന്ന് പറയാം? മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ടേം ചെയ്യാം? മെറ്റീരിയൽസ് ക്യാൻ ബി ടേംഡ് ആസ് എക്യുപ്മെന്റ്, അപ്പാരറ്റസ് ആൻഡ് സപ്ലൈസ് അക്വേർഡ്. നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള, അക്യൂർ ചെയ്ത അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്ത, ഉപയോഗിക്കുന്ന ഉപകരണങ്ങളോ യന്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും സപ്ലൈകള്, അല്ലെ? എന്തെങ്കിലും സപ്ലൈകളൊക്കെ ആകാം. അതിനെയാണ് നമ്മൾ മെറ്റീരിയൽസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എക്യുപ്മെന്റ്സ് ആവാം, എന്തെങ്കിലും അപ്പാരറ്റസ് ആവാം, എന്തെങ്കിലും നമ്മൾ അക്വയർ ചെയ്ത സപ്ലൈകളാകാം, അല്ലെ? അത് അക്വയർ ചെയ്തത്, അത് സ്റ്റോക്ക് ചെയ്തത്, ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ ആകാം നമുക്ക് മെറ്റീരിയൽസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അവിടെ നെക്സ്റ്റ് നമുക്ക് തന്നേക്കുന്നത് നോക്കി, മെറ്റീരിയൽസ് മാനേജ്മെന്റ് മേ ബി also be interchangeably defined as stores management. അപ്പൊ മെറ്റീരിയൽസ് മാനേജ്മെന്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര്, അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ നിർവചിക്കാം? മാറ്റി നിർവചിക്കാം. ഇന്റർചേഞ്ചബിളി മാറ്റി നമുക്ക് നിർവചിക്കാം. എങ്ങനെ പറയാം? ആ സ്റ്റോർസ് മാനേജ്മെന്റ്. സ്റ്റോർ മാനേജ്മെന്റ് എന്നും മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ പറയാം. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് മേ ബി ഓൾസോ ഡിഫൈൻഡ് ആസ് സ്റ്റോർസ് മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്തിട്ടോ ആ സെന്റൻസ്? ഓക്കെ, materials management can be also termed as stores management. Then അടുത്ത നോക്കിയേ, ഹൗസ്ലി. ഹൗസ്ലി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാട്ടോ, ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് ആണ് ഹൗസ്ലി. ഹൗസ്ലി എങ്ങനെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തേക്കണേ നോക്കിയേ. അദ്ദേഹം കൊടുത്ത ഡെഫിനിഷൻ ആണ് എന്താണ്? ഹൗസ്ലി ഹാസ് ഡിഫൈൻഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആസ് the supervision and control of goods and services and equipments from acquisition to disposition. Acquire ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? കൈവശപ്പെടുത്തുക. Acquisition. Acquire ചെയ്യുക എന്ന് വെച്ചാൽ കൈവശപ്പെടുത്തുക അല്ലെങ്കിൽ ഏറ്റെടുക്കുക. To disposition, ക്രമീകരിക്കുക. അപ്പൊ എന്താണ് ഹൗസ്ലി ഡിഫൈൻ ചെയ്തേക്കുന്നത്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? ദ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗുഡ്സ്, സർവീസസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫ്രം അക്വിസിഷൻ ടു ഡിസ്പോസിഷൻ. അതായത് നമ്മൾ ഏറ്റെടുക്കുന്നത് മുതൽ ഡിസ്പോസിഷൻ, അത് ക്രമീകരിക്കുന്നത് വരെയുള്ള സാധനങ്ങളാകാം, ഗുഡ്സ് സാധനങ്ങളാകാം, അല്ലെങ്കിൽ സർവീസസ് സേവനങ്ങളാകാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഏറ്റെടുക്കുന്നത് മുതൽ ക്രമീകരിക്കുന്നത് വരെയുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഒക്കെ എന്താണ്? സൂപ്പർവിഷൻ, മേൽനോട്ടം. മേൽനോട്ടമാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മാനേജ് ചെയ്യുക, അല്ലെ? എല്ലാ കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യുക, നമ്മൾ സൂപ്പർവൈസ് ചെയ്യുക, അല്ലെ? അതിനെ മേൽനോട്ടം വഹിക്കുക. അപ്പൊ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. ആ സെന്റൻസ് തന്നെ തരും നമുക്ക്. എന്നിട്ട് അത് എന്താണെന്ന് ചോദിക്കും. ദ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗുഡ്സ്, സർവീസസ് ആൻഡ് എക്യുപ്മെന്റ് ഫ്രം അക്വിസിഷൻ ടു ഡിസ്പോസിഷൻ ഈസ് കോൾഡ് ഡാഷ്. എന്തെന്ന് പറയാം? എന്തെന്ന് പറയാം? മെറ്റീരിയൽസ് മാനേജ്മെന്റ്. കിട്ടിയോ? ഡെഫിനിഷൻ കിട്ടിയോ?
ഡെഫിനിഷൻ കിട്ടിയ നിങ്ങൾക്ക് എന്താണ് നമ്മൾ അത് ഏറ്റെടുക്കുന്നത് മുതൽ ക്രമീകരിക്കുന്നത് വരെയുള്ള സാധനങ്ങളുടെയോ സേവനങ്ങളുടെയൊക്കെ മേൽനോട്ടവും നിയന്ത്രണവും സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ മേൽനോട്ടവും നിയന്ത്രണവുമാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ 2 സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഓൾസോ ഡിഫൈൻഡ് ആസ് സ്റ്റോഴ്സ് മാനേജ്മെന്റ്. പിന്നെ മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഡെഫിനിഷനും ഇത് നിങ്ങൾ നോക്കിയാലും പേജ് ഇത്തിരി വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ചാപ്റ്റർ ഇത്തിരി ലെങ്തി ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ നിങ്ങൾക്ക് അറിയാലോ, ഇത് ഫുള്ള് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും ഒരു 4 or 5 ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നമ്മൾ ചോദിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇമ്പോർട്ടന്റ് സെക്ഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് തരും. എല്ലാ ടീച്ചേഴ്സും പറഞ്ഞു തന്നില്ലേ, അണ്ടർലൈൻ ചെയ്ത് തരും. അത് നിങ്ങൾ എക്സാമിന് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. അതിൽ നിന്നൊക്കെ തന്നെയായിരിക്കും കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് അണ്ടർലൈൻ ചെയ്ത് തരുന്നത് നിങ്ങൾക്ക് കേട്ടോ, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. അപ്പൊ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഇത് വലിയൊരു ചാപ്റ്റർ തന്നെയാണ്, എളുപ്പമാണ് കേട്ടോ. അപ്പൊ ഫുള്ള് വാരി വരച്ച് എക്സാമിനായിട്ട് പഠിക്കേണ്ട, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ ഇമ്പോർട്ടന്റ് ഏരിയകളൊക്കെ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. പിന്നെ അടുത്തത് നോക്കിയേ, paragraph എന്താ പറഞ്ഞേക്കണേ, managing of materials to give the right quality of material at the right time at the right place at a low cost is material management. വീണ്ടും വേറൊരു ഡെഫിനിഷൻ പോലെ കൊടുത്തേക്കാണ്. എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? to give the right quality, ശരിയായിട്ടുള്ള ക്വാളിറ്റിയില് അല്ലെ, ശരിയായ ഗുണനിലവാരത്തില് മെറ്റീരിയൽ എങ്ങനെ എത്തിക്കും? അറ്റ് ദ റൈറ്റ് ടൈം, ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ ഗുണനിലവാരമുള്ള മെറ്റീരിയൽ നൽകുന്നതിനെയാണ് മാനേജിംഗ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്, മെറ്റീരിയലുകളുടെ കൈകാര്യം എന്ന് പറയുന്നത്. Okay, managing of materials to give the right quality of material at the right time, right place at low cost. കോസ്റ്റ് എങ്ങനെയാ? കുറവ്. ശരിയായ ക്വാളിറ്റിയില് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് കുറഞ്ഞ കോസ്റ്റില് എത്തിക്കുന്നതാണ്. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് ആർ എ വൈറ്റൽ സോഴ്സ്. വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? സുപ്രധാനമായിട്ടുള്ള vital. Materials are the vital resources in a hospital. കണ്ടോ, ഒരു ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വിഭവമാണ് മെറ്റീരിയൽസ്. നമുക്കറിയാലോ, ആദ്യം പറഞ്ഞില്ലേ, വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും വേണം. അതുകൊണ്ട് ഹോസ്പിറ്റൽ നമുക്കറിയാം, ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപകരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെ? ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ അത് എന്താ പറയാ, ഈ ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസോഴ്സ് ആണ് മെറ്റീരിയൽസ്. It is a supportive department in the functioning of a hospital. ഹോസ്പിറ്റലിന്റെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അതെന്താണ്? അപ്പോ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്തിനു വേണ്ടി? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് അല്ലെ, നല്ല രീതിയിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഓക്കെ, ഇനി അടുത്തത് എയിം ആണ്. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എയിം ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ടേ നിങ്ങളുടെ ടെക്സ്റ്റ്. എയിം ഓഫ് നാട്ടോ, എയിം ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ എയിം എന്താണ്? ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? The objective of materials management in a hospital is to make sure that there is ample എന്ന് പറഞ്ഞാൽ മതിയായ, ധാരാളം, മതിയാവോളമുള്ള, മതിയായ ample stock of required items for continuous supply. ഒന്നാമത്തെ ലക്ഷ്യം എന്താ? എയിം എന്താ? അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ?
എന്താണ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് സപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അതിന്റെ മതിയായ സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പൊ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഉപകരണങ്ങൾ വേണ്ടി വരും അല്ലെ. അപ്പൊ നമുക്ക് അവിടെ സ്റ്റോക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഹോസ്പിറ്റലിലെ പ്രത്യേകിച്ച് എമർജൻസി ഒക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ ഓരോ ഇതിലൊക്കെ വരുമ്പോ നമുക്ക് അവിടെ സ്റ്റോക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെ. എല്ലാ മെറ്റീരിയൽസിന്റെയും മതിയായ സ്റ്റോക്ക് കീപ്പ് ചെയ്യണം. ഹോസ്പിറ്റൽ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കീപ്പ് ചെയ്യണം. അത് കണ്ടിന്യൂസ് സപ്ലൈ അല്ലെ, തുടർച്ചയായിട്ട് സപ്ലൈ ചെയ്യാൻ. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ആവശ്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന് പറ്റില്ല നാളെ തരാം അങ്ങനെ പറയാൻ പറ്റുമോ? അവിടെ പറയാൻ പറ്റുമോ? കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും നമുക്ക് ഐറ്റംസ് എക്യുപ്മെന്റ്സുകൾ നമ്മൾ സപ്ലൈ ചെയ്യണം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള മതിയായ സ്റ്റോക്ക് നിലനിർത്തേണ്ടത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്, ഒബ്ജക്റ്റീവ് ലക്ഷ്യമാണ്. Underline ചെയ്തത്. The objective of materials management in a hospital is to make sure that there is ample stock of required items for continuous supply. Okay. ഇനി അടുത്ത നോക്കിയേ, to keep away from scalpels. Scalpels എന്ന് പറഞ്ഞാൽ മിച്ചം, മിച്ചത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അതും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. To keep away from scalpels, മിച്ചത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അതായത് ഒരുപാട് നമ്മൾ എപ്പോഴും സ്റ്റോക്ക് അവിടെ കീപ്പ് ചെയ്യണം അല്ലെ. ഒരുപാട് നമുക്ക് എന്താ സ്റ്റോക്ക് വരുന്നത് അതിൽ നിന്ന് മാറ്റി അകറ്റി നിർത്തുക. അതായത് ആവശ്യത്തിന് ധാരാളം ആമ്പിൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക്, ഈ മതിയായ സ്റ്റോക്ക് വേണം. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ പറയാ, ആ മിച്ചത്തിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുക. അതായത് ഒരുപാട് വേസ്റ്റ് ആവാതെയൊക്കെ കറക്റ്റ് സ്റ്റോക്ക് ഒക്കെ നമ്മൾ നിലനിർത്തുക. To keep away from scalpels, മിച്ചത്തിൽ നിന്ന് അകറ്റി നിർത്തുക. Have a appropriate storage, എന്താ കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. Easy irritability distribution, the point of usage whenever needed. എന്താ പറഞ്ഞേക്കുന്നത്, തിരിച്ചെടുക്കാനാവാത്ത വിധത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ, അതായത് സ്റ്റോക്ക് നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ബാക്കി ബാലൻസ് ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അതാണ് ഇറിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ, തിരിച്ചറിയാനാവാത്ത വിധം, തിരിച്ചെടുക്കാനാവാത്ത വിധം ഉള്ള സ്റ്റോക്ക്, അതിന്റെ നമുക്ക് ആവശ്യമുള്ള യൂസേജ്, ആവശ്യം എവിടെയാണോ ആവശ്യം അതിന്റെ ഉപയോഗം നമ്മുടെ അതനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. Then lastly, effective and efficient utilization of resource available. എഫിഷ്യന്റ്, ഒരു ഫലപ്രദമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു റിസോഴ്സ് അനുവദിക്കുക അല്ലെ. അതിന്റെ യൂട്ടിലൈസേഷൻ, വിനിയോഗം, ലഭ്യമായിട്ടുള്ള എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് അവൈലബിൾ. ലഭ്യമായിട്ടുള്ള വിഭവങ്ങളുടെ ഫലപ്രദവും കാര്യക്ഷമമായിട്ടുള്ള യൂട്ടിലൈസേഷൻ, ഉപയോഗം. ഇതൊക്കെയാണ് എയിം എന്ന് പറഞ്ഞത്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ അവിടെ പോയിന്റ്സുകൾ. ഏതാണ്? ആമ്പിൾ സ്റ്റോക്ക് ഓഫ് റിക്വയർഡ് ഐറ്റം ഫോർ കണ്ടിന്യൂസ് സപ്ലൈ, അത് ഉറപ്പുവരുത്തണം. മിച്ചത്തിൽ നിന്ന് അകറ്റി നിർത്തുക. Keep away from scalpels. Then have a appropriate storage. Then irritability distribution, the point of usage whenever needed. Then effective and efficient utilization of resource available. Okay. ഇനി അടുത്തത് മേജർ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. മേജർ ഒബ്ജക്റ്റീവ്സ്, മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങള്. മേജർ ഒബ്ജക്റ്റീവ്സ്, പ്രധാന ലക്ഷ്യങ്ങൾ. സ്കാൽപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മിച്ചം ബാക്കി വരിക എന്നുള്ളതില്ലേ, മിച്ചത്തിൽ നിന്ന് അകറ്റി നിർത്തുക. ഇനി മേജർ ഒബ്ജക്റ്റീവ്സ്, പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? ഇതാണ് കൂടുതൽ ചോദിച്ചു കണ്ടേക്കണേ കേട്ടോ. ആ 3 പോയിന്റ്സ് അങ്ങനെ തന്നെ പഠിക്കുക. മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങള് എന്തൊക്കെയാ? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, എന്താ ലാഭം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലാഭം. ലാഭം പരമാവധിയാക്കുക, പ്രോഫിറ്റ് പരമാവധിയാക്കുക.
അല്ലെ? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമുക്ക് ലാഭം എന്ന് പറയുന്നത് വലിയ ഇതല്ലേ? ഹോസ്പിറ്റലിൽ നിലനിൽപ്പിന്റെ ലാഭം വേണ്ടേ? ഓരോ എന്താ പറയാ, സ്റ്റാഫുകൾ, ഇഷ്ടംപോലെ സ്റ്റാഫുകളുണ്ട്, അവർക്ക് സാലറി കൊടുക്കണം, ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോകണം, അല്ലെ? മറ്റുള്ള ചെലവുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എന്താ, ലാഭം പരമാവധിയാക്കുക, അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. പിന്നെ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, ചെലവ് കുറയ്ക്കുക. മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, കോസ്റ്റ് കുറയ്ക്കുക, ചെലവ് കുറയ്ക്കുക. Then attainment of hospital objectives, ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങള് കൈവരിക്കുക. Attainment of hospital objectives, ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങള് കൈവരിക്കുക. കിട്ടിയോ? 3 എണ്ണം അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ചോദിക്കാറുണ്ട് മേജർ ഒബ്ജക്റ്റീവ്സ്. മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇത് എഴുതാം. ഏതൊക്കെയാണ്? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്. ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങള് കൈവരിക്കുക. ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങള് കൈവരിക്കുക. ഇനി അടുത്ത നോക്കിയ ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എന്തൊക്കെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങള്? ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഫങ്ഷൻസ് നോക്കിയേ. മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്, മെറ്റീരിയൽസിന്റെ ആസൂത്രണവും ബഡ്ജറ്റിങ്ങും. മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്, പ്ലാൻ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് തയ്യാറാക്കുക. മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. പിന്നെ രണ്ടാമത് നോക്കിയേ, പർച്ചേസിങ്, പർച്ചേസ് ചെയ്യുക. എന്താണ്? പർച്ചേസിങ്, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക. Then റിസീവിങ് ആൻഡ് റിസീവിങ്, കോമ മതി കേട്ടോ അവിടെ. റിസീവിങ്, ഇൻസ്പെക്ഷൻ, അടുത്ത സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. മെറ്റീരിയൽസ് റിസീവ് ചെയ്യുക, ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ എന്താ? പരിശോധിക്കുക, സ്റ്റോക്കിംഗ്, സ്റ്റോക്ക് ചെയ്യുക, ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അത് വിതരണം ചെയ്യുക. റിസീവിങ്, ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത് നോക്കിയേ, ഇൻവെന്ററി കൺട്രോൾ, ചരക്ക് പട്ടിക, അല്ലെ? അവിടുത്തെ വിവരങ്ങള്, അത് ക്രിമി റെക്കോർഡ്, ഇതൊക്കെ നിയന്ത്രിക്കുക. Inventory control, stock control, inventory control or stock control. Then cost reduction, ചെലവ് കുറയ്ക്കുക, cost reduction. Then അടുത്ത നോക്കിയേ, വാല്യൂ അനാലിസിസ്, മൂല്യവിശകലനം നടത്തുക. അവിടെ ഡീറ്റെയിൽ പഠിക്കാണ്ട് കേട്ടോ. എന്താണ് വാല്യൂ അനാലിസിസ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ നെക്സ്റ്റ് പേജിൽ നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ ഡീറ്റെയിൽ പറയാം. എന്താണ് വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ? മൂല്യ വിശകലനം. അടുത്ത ലാസ്റ്റ് നോക്കി, എന്താണ് അടുത്ത ഫംഗ്ഷൻ? ഡിസ്പോസൽ. ഡിസ്പോസൽ എന്ന് വെച്ചാൽ എന്താ? നിർമാർജനം ചെയ്യുക. മെറ്റീരിയൽസ് നമ്മളൊരു കാലാവധി, എക്സ്പയറി ഇതൊക്കെ കഴിയുമല്ലോ, അതിനുശേഷം നമ്മളത് ഡിസ്പോസ് ചെയ്യുക. ഡിസ്പോസൽ, അത് നിർമാർജനം ചെയ്യുക. അതിനകത്ത് ഫങ്ഷൻസ് വേറെ ഡീറ്റെയിൽ ഒന്നുമില്ല, ആ പോയിന്റ്സുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്, പർച്ചേസിംഗ്, റിസീവിംഗ്, ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇൻവെന്ററി കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ, വാല്യൂ അനാലിസിസ്, ഡിസ്പോസൽ. ക്ലിയർ ആണോ? ഫങ്ഷൻസ് ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ടാണ് തന്നേക്കണേ, ഡീറ്റെയിൽ ഒന്നുമില്ല. പിന്നെ അതുപോലെ ഒബ്ജക്റ്റീവ്സ്, അത് രണ്ടും നോട്ട് ചെയ്തിട്ട്, ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻസ്. ഓക്കെ, ഇനി എല്ലാവരും ഇല്ലേ അവിടെ? ആർക്കടെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാണ്ടില്ലല്ലോ? ഉറങ്ങിപ്പോയോ? മുടക്ക കഴിഞ്ഞ്? ഉണ്ട് എല്ലാരും ഉണ്ടെന്നൊക്കെ മെസ്സേജ് ഇട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കി. അപ്പൊ ഒബ്ജക്റ്റീവ്സ് 3 പോയിന്റ് നോക്കണം, ഫങ്ഷൻസും നോക്കാം. ഇനി അതിനകത്ത് നിങ്ങൾക്ക് ചോദിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ. ഹോസ്പിറ്റലിലെ പല തരത്തിലുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? നമ്മൾ മെറ്റീരിയൽസ് എന്ന് കുറെ നേരമായി പറയുന്നു അല്ലെ? ഏതൊക്കെയാണ് ആ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിലെ മെറ്റീരിയൽസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ പലതരത്തിലുള്ള മെറ്റീരിയൽസ്, ഹോസ്പിറ്റലിലെ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? അതിനകത്ത് കുറച്ച് ഇതുപോലെ കുഞ്ഞു പോയിന്റ്സ് ആണ്, ജസ്റ്റ് പേര് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങൾ, വിച്ച് ഇൻക്ലൂഡ് സർജിക്കൽ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ അല്ലെ? കുറെ ഉണ്ട്. നമ്മൾ ഇതുപോലെ ഇൻസ്ട്രുമെന്റ്സ്, നിങ്ങൾ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ പഠിച്ചില്ലേ അല്ലെ? എക്യുപ്മെന്റ്സുകള്
ഏതൊക്കെയാണ്? സ്റ്റെറിലൈസർ, സ്ട്രക്ചർ, സർജിക്കൽ ടേബിൾ, വീൽ ചെയർ, അങ്ങനെ പറയുന്നുണ്ട് അല്ലെ. എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, ഉപകരണങ്ങളുണ്ട്. പിന്നെ മെഷീൻസ് വിച്ച് ഇൻക്ലൂഡ് സർജിക്കൽ ഉൾപ്പെടെയുള്ള മെഷീൻസ് അല്ലെ. കുറെ മെഷീനുകളും പഠിച്ചിട്ടുള്ള പേരുകളൊക്കെ, വെന്റിലേറ്റർ, അനസ്തേഷ്യ മെഷീൻ അല്ലെ, പഠിച്ചില്ലേ മെഷീൻസുകള്. പിന്നെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. എന്താ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ അവിടെ ഓരോ അപ്പോയിന്റ്മെന്റ് കാർഡുകള് അല്ലെ. അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് കാർഡില്ലേ, കാർഡ്, പിന്നെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഫോം, കവറുകള്, ഇങ്ങനെയുള്ളതൊക്കെയാണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോയിന്റ്മെന്റ് കാർഡുകള്, പേഷ്യന്റിന്റെ ഡീറ്റെയിൽ ഫോംസ്. ഇവിടെ നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് അവിടെ ഫോംസ് തരൂലെ, ഫോം ഒക്കെ തരൂലെ ഫിൽ ചെയ്യാനായിട്ട്. പിന്നെ കവറുകള്, ഇതെല്ലാം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയിൽ വരുന്നതാണ്. ഇതും ഒരു എക്യുപ്മെന്റ് ആണ്. അടുത്ത് നോക്കിയാൽ ഹൗസ് കീപ്പിംഗ്, ലിനൻ ആൻഡ് കെമിക്കൽസ്. ഹൗസ് കീപ്പിംഗ് സർവീസ്, അതിനകത്ത് നമുക്ക് തുണികള്, ലിനൻ ആൻഡ് കെമിക്കൽസ്, ലിനൻ ആൻഡ് കെമിക്കൽസ്. പിന്നെ അടുത്ത് നോക്കിയേ ഡയറ്ററി ഭക്ഷണക്രമം. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഡയറ്ററിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങള്. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ്. ഇലക്ട്രിക്കൽ ആയിട്ട് നമ്മൾ വയറ്, സ്വിച്ച്, മറ്റുള്ള സംഭവങ്ങൾ ഇലക്ട്രിക്കൽ ആയാലും അതിന്റെ സ്പെയർ പാർട്സുകളും. പിന്നെ ലാബില് ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. കെമിക്കൽസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പല പല കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കുന്നില്ലേ, അത്. പിന്നെ ഫാർമസിയിലുള്ള മെഡിസിൻസ് ഉൾപ്പെടെയുള്ള സാധനങ്ങള്. പിന്നെ കെമിക്കൽസ് എന്നൊക്കെ ഡെവലപ്പർ ആൻഡ് ഫിക്സർ ഇൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽസ്. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ് ഏതൊക്കെയാ? പൈപ്സ് ആൻഡ് അതർ മെറ്റീരിയൽസ്. പൈപ്പുകള്, മറ്റുള്ള പ്ലംബിംഗ് സംഭവങ്ങള്, സാധനങ്ങള് ഒക്കെ സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റത്തിൽ വരുന്നതാണ്. പിന്നെ കൺസ്യൂമർ ഗുഡ്സ് എന്തൊക്കെയാ? ഡീസൽ ആൻഡ് പെട്രോൾ ടു സ്റ്റാർട്ട് എ ബോയിലർ ഓർ ഓട്ടോക്ലേവ്. ബോയിലർ അല്ലെങ്കിൽ ഓട്ടോക്ലേവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പെട്രോള്, ഡീസൽ, ഇതൊക്കെ കൺസ്യൂമർ ഗുഡ്സ്. അത് എക്യുപ്മെന്റ്സിനകത്ത് തന്നെയാ. ഇതെല്ലാം നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? മെറ്റീരിയൽസിൽ ഉൾപ്പെടുത്താം. ജസ്റ്റ് ആ പേരുകൾ മാത്രം ഒന്ന് നോക്കാലോ. ഡീറ്റെയിൽ ഒന്നും വേണ്ട, എക്സാമ്പിൾ ഒന്നും വേണ്ട. പിന്നെ അത് ഏതൊക്കെയാണ്? ഹോസ്പിറ്റലിലെ പലതരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ്, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? ഇത് ഡൗട്ട് ഇല്ലല്ലോ. എക്യുപ്മെന്റ്സ്, മെഷീൻസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഹൗസ് കീപ്പിംഗ് ഐറ്റംസ്, ഡയറ്ററി, ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ്, ലാബ്, ഫാർമസി, കെമിക്കൽസ്, സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, കൺസ്യൂമർ ഗുഡ്സ്, ദാറ്റ് ഈസ് പെട്രോൾ ആൻഡ് ഡീസൽ. അതെന്തിനാ? ഓട്ടോക്ലേവ് അല്ലെങ്കിൽ ബോയിലർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്. ജസ്റ്റ് പേരുകൾ മാത്രം നോക്കാലോ. ഓക്കെ, ഇനി പേരുകൾ ഏതൊക്കെയാണ് ആ മെറ്റീരിയൽസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെ ചോദിച്ചാൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രം ഒന്ന് നോക്കി വെക്കുക. ആൻസർ അവിടെ ഓൾറെഡി ഉണ്ട്, നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇനി അടുത്തതാണ് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, IMM. അവിടെ ചോദിക്കാലോ, നമുക്ക് എക്സ്പാൻഡഡ് ഫോം ചോദിക്കാൻ പാടില്ലേ? എക്സ്പാൻഡ് IMM. എന്താണ് എക്സ്പാൻഡഡ് ഫോം? ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, IMM. ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, IMM. നോക്കിയേ, IMM is a close coordination. Integrate ചെയ്യാന്ന് വെച്ചാൽ എന്താ? സംയോജിപ്പിക്കുക. സംയോജിപ്പിച്ചത്. IMM is a close coordination of all departments which are related with the utilization of material. മെറ്റീരിയലിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു ഏകോപനം, കോർഡിനേഷൻ ആണ് IMM. അവിടെ ഡാഷ് ഇട്ട് തന്നെ ചോദിക്കാം കേട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടോ ആ സെന്റൻസ്. ഡാഷ് ഈസ് എ ക്ലോസ് കോർഡിനേഷൻ ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ആർ റിലേറ്റഡ് വിത്ത് യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയലിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട
എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാ വകുപ്പുകളുടെയും കടുത്ത ഏകോപനമാണ് IMM, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ക്ലിയർ ആണോ? എന്താണ് പറഞ്ഞത്? എന്താ IMM എന്ന് പറഞ്ഞത്? മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു കടുത്ത ഏകോപനമാണ്, ക്ലോസ് കോർഡിനേഷൻ ആണ് IMM. എവറിത്തിങ് അണ്ടർ വൺ ഹെഡ് നൗ. ഇതെല്ലാം എവറിത്തിങ് മെർജ്ഡ് അണ്ടർ, എല്ലാരും ഒരൊറ്റ ഹെഡ്, ഒരൊറ്റ തലയ്ക്ക് കീഴിൽ ലയിപ്പിച്ചേക്കുന്നു. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, പർച്ചേസിങ്, സ്റ്റോറിങ്, ഇതെല്ലാം ആർക്കടെ കീഴിലാണ്? മെറ്റീരിയൽസ് മാനേജർ. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. പർച്ചേസിങ് ആൻഡ് സ്റ്റോറിങ് comes under materials manager. അപ്പൊ മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലാണ് പർച്ചേസിങ്ങും സ്റ്റോറിങ്ങും ഒക്കെ ഇരിക്കുന്നത്. ആ ഒരു സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് മെറ്റീരിയൽസ് മാനേജർ ആണ്. അതാണ് ഇതെല്ലാം എന്താ പറഞ്ഞ ഒരു ഹെഡില്, ഒരു തലയ്ക്ക് കീഴില് അത് മെർജ് ചെയ്തേക്കുന്നു, ലയിപ്പിച്ചിരിക്കുന്നു. അതിന് എക്സാമ്പിൾ ആണ് അവര് പറഞ്ഞത്. പർച്ചേസിങ്ങും സ്റ്റോറിങ്ങും ആർക്കടെ കീഴിൽ വരുന്നതാണ്? മെറ്റീരിയൽസ് മാനേജർ. മെറ്റീരിയൽസ് മാനേജർ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പർച്ചേസിംഗ് ആൻഡ് സ്റ്റോറിംഗ് കംസ് അണ്ടർ മെറ്റീരിയൽസ് മാനേജർ. അണ്ടർലൈൻ ചെയ്തോ? ആ ഒരു സെന്റൻസ് കൂടി അവിടെ നോട്ട് ചെയ്തിട്ടോ. പർച്ചേസിംഗ്, സ്റ്റോറിംഗ് കംസ് അണ്ടർ മെറ്റീരിയൽസ് മാനേജർ. ഇനി എന്തൊക്കെയാണ് ഈ IMMന്റെ അഡ്വാൻറ്റേജ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ് ഓഫ് IMM എന്തൊക്കെയാണ്? ബെറ്റർ അക്കൗണ്ടബിലിറ്റി. എന്താണ്? മികച്ച എക്സെട്ര പർച്ചേസിങ്ങും സ്റ്റോറിങ്ങും എക്സെട്ര കംസ് അണ്ടർ. അതിപ്പോ രണ്ടെണ്ണം നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നോക്കി വെച്ചാൽ മതി കേട്ടോ. പർച്ചേസിങ്ങും സ്റ്റോറിങ്ങും മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിൽ വരുന്നതാണ്. അത് ETC തന്നെയാട്ടോ, എക്സെട്ര. പിന്നെ ബാക്കിയുള്ളതൊന്നും നമുക്ക് അവിടെ പറയാനില്ല. അതുകൊണ്ട് ഇത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾ. ഇതവിടെ നമുക്ക് അവിടെ ഇത് പഠിക്കാനുണ്ട്. അവിടെ 2 പേജൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ അവിടെ ഓർഗാനോഗ്രാം പഠിക്കേണ്ട. അതിനകത്ത് കണ്ടോ, മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിൽ വരുന്നത് പർച്ചേസും സ്റ്റോറും. അതായത് പർച്ചേസ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ അവിടെ മാനേജർ ഉണ്ട്, പർച്ചേസ് മാനേജറും സ്റ്റോർ മാനേജറും ഉണ്ട്. അവിടെ പഠിക്കുന്നുണ്ട്. നമുക്ക് 2 എണ്ണേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും നോക്കി വെക്കാം. ഇനി അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഗുണങ്ങള്, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ? ബെറ്റർ അക്കൗണ്ടബിലിറ്റി ഓർ റെസ്പോൺസിബിലിറ്റി, മികച്ച ഉത്തരവാദിത്വം. അല്ലെ, എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഒരാള് സെൽഫായിട്ട് ചെയ്യണതും കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴും ഒരു വ്യത്യാസമില്ലേ? അപ്പൊ കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരവാദിത്വം അല്ലെ കുറച്ചുകൂടി എന്താ പറയാ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നല്ല അക്കൗണ്ടബിലിറ്റി, മികച്ച ഉത്തരവാദിത്വം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ബെറ്റർ അക്കൗണ്ടബിലിറ്റി. അടുത്ത നോക്കിയേ, കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും പ്രവർത്തനങ്ങളുടെ ഏകോപനം. കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും പ്രവർത്തനങ്ങളുടെ ഒരു ഏകോപനം. അടുത്തത് ബെറ്റർ പെർഫോമൻസ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് കിട്ടും? നല്ല പെർഫോമൻസ്, മികച്ച പ്രകടനം. ബെറ്റർ പെർഫോമൻസ്, മികച്ച പ്രകടനം. അടുത്ത നോക്കിയേ, മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി. മെറ്റീരിയലുടെ വിവര സംവിധാനം എളുപ്പമാണ്. മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി. മെറ്റീരിയൽസുമായിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റം വളരെ എളുപ്പമാണ്. അടുത്ത നോക്കിയേ, മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. മെറ്റീരിയൽസിന്റെ കൈകാര്യവും ട്രാൻസ്പോർട്ടേഷൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നില്ലേ, ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതവും. മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. Then scrap and scrapers control and disposal. സ്ക്രാപ്പും അതുപോലെ തന്നെ സ്കർപ്പേഴ്സ് എന്ന് പറഞ്ഞ മിച്ചം, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക. ദെൻ അത് ഡിസ്പോസ് ചെയ്യുക, നിർമാർജനം ചെയ്യുക. ഓക്കെ, നിർമാർജനം ചെയ്യുക. അത്രയും അഡ്വാൻറ്റേജ് ആണ്. അതും നോട്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ്
IMM-ന്റെ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പഴയത് നമ്മള് ആക്രി എന്നൊക്കെ പറയൂലേ, സ്ക്രാപ്പ് കൺട്രോൾ. നല്ലൊരു മാനേജ്മെന്റ് ആണ്, നല്ല രീതിയിൽ എല്ലാ സ്റ്റോറും കാര്യങ്ങളും മെറ്റീരിയൽസ് ഇത് ചെയ്യാണ്, കറക്റ്റ് സമയത്ത് മെയിൻ്റെനൻസ് ചെയ്യാണ്. അങ്ങനെ വരുമ്പോ സ്ക്രാപ്പ് ആവാനുള്ള അല്ലെ അതിനെ കൺട്രോൾ ചെയ്യാം. നമുക്ക് തന്നെ പഴയത് സ്ക്രാപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മിച്ചം വരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്ക്രാപ്പ് ആൻഡ് സ്ക്രാപ്പേഴ്സ് കൺട്രോൾ. നമുക്ക് സ്ക്രാപ്പ് ആവുന്നത്, സ്ക്രാപ്പ് ഐറ്റംസ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ സ്ക്രാപ്പിൽ കൊടുക്കൂലേ പഴയ സാധനങ്ങളൊക്കെ? സ്ക്രാപ്പ് അല്ലെ സ്ക്രാപ്പേഴ്സ് ആൻഡ് സ്ക്രാപ്പേഴ്സ്, അതിന്റെ മിച്ചമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ ഡിസ്പോസൽ, അതിന്റെ നിർമ്മാർജ്ജനം, ഡിസ്പോസ് ചെയ്യുക. ഇത്രയും ആണ് അഡ്വാൻറ്റേജ് വരുന്നത്. ആക്രി, ശരി, ആക്രി അഡ്വാൻറ്റേജ് നോക്കി വെക്കുക. അടുത്ത് നോക്കിയേ, IMM does cost reduction techniques such as value analysis, variety reduction, standardization, forecasting, market analysis. IMM എന്ന് പറയുന്നത് എന്തിനാ? കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്, ചിലവ് കുറയ്ക്കുന്നതിനുള്ള ഒരു ടെക്നിക്കാണ്. IMM ചിലവ് കുറയ്ക്കുന്ന സാങ്കേതിക വിദ്യകൾ ചെയ്യുന്നു. ഏതൊക്കെയാണത്? വാല്യൂ അനാലിസിസ്, എന്താ? മൂല്യ വിശകലനം. IMM does കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്, കോസ്റ്റ് കുറയ്ക്കുന്ന ടെക്നിക്കുകൾ IMM ചെയ്യുന്നു. സച്ചാസ്, അതേതൊക്കെയാണ് കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക് എന്ന് പറയുന്നത്? വാല്യൂ അനാലിസിസ്, മൂല്യ വിശകലനം. ദെൻ വെറൈറ്റി റിഡക്ഷൻ, വൈവിധ്യം കുറയ്ക്കൽ. ദെൻ സ്റ്റാൻഡർഡൈസേഷൻ, എന്താണ്? നിലവാരം നിശ്ചയിക്കൽ. ദെൻ ഫോർകാസ്റ്റിംഗ്, പ്രവചനം. അടുത്തത് മാർക്കറ്റ് അനാലിസിസ്, മാർക്കറ്റ് വിപണി വിശകലനം. മാർക്കറ്റ് അനലൈസ് ചെയ്ത് വിശകലനം ചെയ്യുന്നു. ഇതെല്ലാം IMM ചെയ്യുന്ന കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്കുകളാണ്. IMM does cost reduction techniques such as value analysis, variety reduction, standardization, forecasting, and market analysis. ഇനി അടുത്തത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വാല്യൂ അനാലിസിസ് എന്താണ്, അതാണ് നോക്കുന്നത്. ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ പ്രവചനം. ഫോർകാസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് അനാലിസിസ്, നമ്മൾ മുൻകൂട്ടി അതിന് എത്രത്തോളം അതിന്റെ ഇമ്പോർട്ടൻസ്, മെറ്റീരിയൽസിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള അതിന്റെ വിപണി സാധ്യതകള്, ഇതെല്ലാം മുൻകൂട്ടി കാണുന്നത് പ്രവചനം ആണ്. നിലവാരം, പിന്നെ ഫോർകാസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് അനാലിസിസ്, മാർക്കറ്റ് വിപണി വിശകലനം, പ്രവചനം, ഇതൊക്കെ IMM ചെയ്യുന്ന കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്കാണ്. ചെലവ് കുറയ്ക്കുന്ന സാങ്കേതിക വിദ്യകളാണത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. ഇനി അടുത്തത് വാല്യൂ അനാലിസിസ്. എന്താ മലയാളം പറഞ്ഞേ? മൂല്യ വിശകലനം. വാല്യൂ അനാലിസിസ്, മൂല്യ വിശകലനം. എന്താണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്? വാല്യൂ അനാലിസിസ് ഈസ് ആൻ അറേഞ്ച്ഡ് അപ്രോച്ച് ടു റിക്കഗ്നൈസ് unnecessary cost concerned with any product, material, part, component, system or service. എന്താ പറഞ്ഞേക്കുന്ന വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാല് നമുക്ക് എന്താ പറയാ, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, വിത്ത് എനി പ്രൊഡക്റ്റ്, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിന്റെ ഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പോണന്റ്, ഒരു സിസ്റ്റം അല്ലെങ്കിൽ സർവീസ്, സിസ്റ്റം ഓർ സർവീസ്, സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് വരുന്ന അനാവശ്യ ചെലവുകൾ, അൺനെസസറി കോസ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള അനാവശ്യ ചെലവുകൾ കുറയ്ക്കുന്നതിനുള്ള റിക്കഗ്നൈസ് കണ്ടോ തിരിച്ചറിയുന്നതിനുള്ള ഒരു ക്രമീകരിച്ച സമീപനമാണ്
വാല്യൂ അനാലിസിസ്. ചോദിക്കാറുണ്ട് കേട്ടോ, ഡാഷ് ഇട്ട് തന്നെ ചോദിക്കും. ഡാഷ് ഈസ് ആൻ അറേഞ്ച്ഡ് അപ്രോച്ച് അല്ലെങ്കിൽ ആൻ അറേഞ്ച്ഡ് അപ്രോച്ച് ടു റിക്കഗ്നൈസ് എന്ന് പറഞ്ഞ ആ സെന്റൻസ് തരാം. എന്താ നമ്മൾ പറഞ്ഞത്? വാല്യൂ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയല്, അതിന്റെ ഭാഗങ്ങള്, കമ്പോണന്റ്, സിസ്റ്റം അല്ലെങ്കിൽ സേവനങ്ങള് എന്നിവയുമായി ബന്ധപ്പെട്ട അനാവശ്യ ചെലവുകൾ തിരിച്ചറിയുന്നതിനുള്ള ഒരു അറേഞ്ച്ഡ് അപ്രോച്ച്, ഒരു സമീപനം, അല്ലെ, ക്രമീകരിച്ച ഒരു സമീപനമാണ് വാല്യൂ അനാലിസിസ് അല്ലെങ്കിൽ മൂല്യ വിശകലനം. എന്താണ് പറഞ്ഞത്? അൺനെസസറി കോസ്റ്റ്, അല്ലെ, അനാവശ്യ ചിലവുകൾ തിരിച്ചറിയുന്നതിനുള്ള ഒരു ക്രമീകരിച്ച സമീപനമാണ് വാല്യൂ അനാലിസിസ്. നമ്മൾ പറയൂലേ, പല ഇതെടുക്കുമ്പോ ഇതിന് നല്ല വാല്യൂ ഉണ്ട്, അല്ലെ, അതിന് നല്ല മൂല്യമുണ്ട് പറയൂലേ. എന്താ? നമുക്ക് വാല്യൂ അനലൈസ്, മൂല്യ വിശകലനം എന്ന് പറയുന്നത് നമുക്ക് ഈ അവിടെ തന്നേക്കുന്ന കാര്യങ്ങളിലെ പ്രൊഡക്റ്റ്, മെറ്റീരിയൽ, പാർട്ട്, കമ്പോണന്റ്, സിസ്റ്റം, സർവീസ് എന്നിവയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള അനാവശ്യ ചിലവുകള് റിക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുന്നതിനുള്ള സമീപനം, ക്രമീകരിച്ച സമീപനമാണ് വാല്യൂ അനാലിസിസ്. ആ സെന്റൻസ് നോട്ട് ചെയ്തിട്ടോ. This process is necessary for cost reduction. ചിലവ് കുറയ്ക്കുന്നതിന് മൂല്യ വിശകലനം അത്യാവശ്യമാണ്. അതും ചോദിക്കാം. Value analysis is necessary for dash. എന്തിനാ? കോസ്റ്റ് റിഡക്ഷൻ. എന്തിനാ അത്യാവശ്യമാണ്? എന്തിനാ? കോസ്റ്റ് റിഡക്ഷൻ, ചിലവ് കുറയ്ക്കുന്നതിന് മൂല്യ വിശകലനം എന്ന് പറഞ്ഞ പ്രോസസ് അത്യാവശ്യമാണ്. വാല്യൂ അനാലിസിസ് ഈസ് നെസസറി ഫോർ കോസ്റ്റ് റിഡക്ഷൻ. അണ്ടർലൈൻ ചെയ്തോ? രണ്ടാമത്തെ സെന്റൻസ്, ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം, രണ്ടാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ദിസ് പ്രോസസ് ഈസ് നെസസറി ഫോർ കോസ്റ്റ് റിഡക്ഷൻ. ചെലവ് കുറയ്ക്കുന്നതിന് ഈ പ്രോസസ് അത്യാവശ്യമാണ്. ഈ ഒരു കാര്യം കൂടി നോക്കിയേ, വാല്യൂ റിലീസ് ഓൺ ഫങ്ഷൻ. ഒന്നുകൂടി പറയാമോ? ഓക്കെ, പറയാലോ. വാല്യൂ അനാലിസിസ് അല്ലേ? വാല്യൂ അനാലിസിസ്, മൂല്യ വിശകലനം. മലയാളാട്ടോ ഞാൻ പറഞ്ഞത്, മൂല്യ വിശകലനം. ഈ വാല്യൂ അനാലിസിസ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ, സാധനങ്ങളാകാം, അതിന്റെ ഭാഗമാകാം, അല്ലെങ്കിൽ കമ്പോണന്റ് ആകാം, ഏതെങ്കിലും ഒരു സിസ്റ്റം ആകാം, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നുള്ള എന്തെങ്കിലും സേവനങ്ങളാകാം, സർവീസ്. ഇത് എന്നിവയുമായി മാർക്ക് ചെയ്യുന്നത് ഒന്നുകൂടി മാർക്ക് ചെയ്യുന്നത് പറയാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള അനാവശ്യ ചെലവുകൾ തിരിച്ചറിയുന്നതിനുള്ള ഒരു ക്രമീകരിച്ച സമീപനമാണ് വാല്യൂ അനാലിസിസ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചോദിക്കും? ഡാഷ് ഇട്ടിട്ട് ചോദിക്കാം. ഡാഷ് ഈസ് ആൻ അറേഞ്ച്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ആ സെന്റൻസ് അങ്ങനെ തന്നെ തരാം. അല്ലെങ്കിൽ ആൻ അറേഞ്ച്ഡ് അപ്രോച്ച് ടു റിക്കഗ്നൈസ് എന്ന് പറഞ്ഞ് തന്നിട്ട് ഈസ് കോൾഡ്, അതിന് എന്ത് പറയുന്നു എന്നും ചോദിക്കാം. അപ്പൊ ഫസ്റ്റ് ലൈൻ, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. അതിന്റെ ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട. അവിടെ വാല്യൂ അനാലിസിസ് ഡാഷ് ഇട്ട് ചോദിക്കാം. ഇനി രണ്ടാമത്തെ സെന്റൻസ് നോക്കിയേ, ഇത് എന്തിനു വേണ്ടിയാ അത്യാവശ്യമാണ് ഈ മൂല്യ വിശകലനം നടത്തുന്നത്? എന്തിനു വേണ്ടിയാ? ദിസ് പ്രോസസ് ഈസ് നെസസറി ഫോർ കോസ്റ്റ് റിഡക്ഷൻ. ചിലവ് കുറയ്ക്കുന്നതിന്. This process is necessary for cost reduction. ചെലവ് കുറയ്ക്കുന്നതിന് മൂല്യ വിശകലനം ആവശ്യമാണ്, അത്യാവശ്യമാണ്. രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേ. This process is necessary for. This process എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെ വരും? വാല്യൂ അനാലിസിസ് ഈസ് നെസസറി ഫോർ ഡാഷ്. എന്തിനാ? കോസ്റ്റ് റിഡക്ഷൻ. കിട്ടിയോ? രണ്ട് സെന്റൻസും അവിടെ അണ്ടർലൈൻ ചെയ്യണം. ക്ലിയർ ആയോ മോൾക്ക്? രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യുക. ഇനി നോക്കി, വാല്യൂ റിലേസ് ഓൺ ഫങ്ഷൻ ആസ് വെൽ ആസ് ഓൺ ദ കോസ്റ്റ്. ഈ മൂല്യം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നേ? അതും ചോദിക്കാറുണ്ട് കേട്ടോ. വാല്യൂ റിലേസ് ഓൺ ഫങ്ഷൻ ആസ് വെൽ ആസ് ഓൺ ദ കോസ്റ്റ്. മൂല്യം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഫങ്ഷൻ, പ്രവർത്തനങ്ങളെ, അല്ലെ? മൂല്യം ആശ്രയിച്ചിരിക്കുന്നത് പ്രവർത്തനങ്ങളെയും കോസ്റ്റിനെയുമാണ്. ആസ് വെൽ ആസ് കോസ്റ്റ്. കണ്ടോ? മൂല്യം ആശ്രയിച്ചിരിക്കുന്നത് എന്തിനെയാണ്? പ്രവർത്തനങ്ങളെയും കോസ്റ്റിനെയും, വിലയുമാണ്. ഞങ്ങളുടെ ടെസ്റ്റിൽ കുറച്ച് സെന്റൻസ് ഇല്ല. എന്തു പറ്റി? ഈ സെന്റൻസ് ഒന്നും ഇല്ലേ നിങ്ങളുടെ ടെക്സ്റ്റില്?
ഇല്ലേ? ഉണ്ടല്ലോ, കുറച്ചു പേർക്കുണ്ട്, കുറച്ചു പേർക്ക് ഇല്ലേ? ഒന്ന് നോട്ട് ചെയ്യണം. ഉണ്ടല്ലോ, അശ്വതിക്ക് ഉണ്ടല്ലോ, ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ആർക്കാ ഇല്ലാത്തെ? കുറച്ചുപേര്. ഇത് ഫുൾ ഇല്ലേ? വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കേ ഇല്ലേ? കുറച്ചു പേർക്ക് ഉണ്ട്. മോളൊന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നാ ഇത് എന്നെ ക്വസ്റ്റ്യൻ എന്നപ്പോ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടേക്കാം. എടുത്തോളാം. ഓക്കെ, ഒന്ന് 2 സെന്റൻസ് ആണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തെടുത്താലും മതി. ഇനി അതിനായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേക്കണേ? വാല്യൂ റിലേസ് ഓൺ ഫങ്ഷൻ ആസ് വെൽ ആസ് കോസ്റ്റ്. മൂല്യം ആശ്രയിച്ചിരിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങളെയും വിലയുമാണ്. അതനുസരിച്ചാണ് നമ്മളൊരു വസ്തുവിന് മൂല്യം എന്ന് പറയുന്നത്. Then value analysis of material give more important to the utility of the material than its cost. 4 സെന്റൻസും അതിന് ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് വാല്യൂ റിലേസ് ഓൺ ഫങ്ഷൻ ആസ് വെൽ ആസ് ഓൺ ദ കോസ്റ്റ്. അപ്പൊ ചോദിക്കാം, വാല്യൂ റിലേസ് ഓൺ ഡാഷ് എന്തിനേക്ക് ആശ്രയിച്ചിരിക്കുന്നു? അവിടുത്തെ പ്രവർത്തനങ്ങളെയും കോസ്റ്റിനെയും വിലയുമാണ്. ഇനി അടുത്തതൊക്കെ വാല്യൂ അനാലിസിസ് ഓഫ് മെറ്റീരിയൽ ഗീവ് മോർ ഇമ്പോർട്ടൻസ്. കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കണം ടു ദ യൂട്ടിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ യൂട്ടിലിറ്റി, ഉപയോഗത്തിനാണ്. ദാൻ ഇറ്റ്സ് കോസ്റ്റ്. അതിന്റെ കോസ്റ്റിനേക്കാളും വിലയേക്കാളും അതിന്റെ യൂട്ടിലിറ്റിക്കാണ് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. വാല്യൂ അനാലിസിസ് ഓഫ് മെറ്റീരിയൽ ഗീവ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. മൂല്യ വിശകലനം എന്തിന് പ്രാധാന്യം കൊടുക്കണം? യൂട്ടിലിറ്റി. ആ മെറ്റീരിയലിന്റെ ഉപയോഗത്തിന് എത്രമാത്രം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, എത്രത്തോളം ബെറ്റർ ആണ്, അതിന്റെ യൂട്ടിലിറ്റിക്കാണ് പ്രാധാന്യം. ഏതിനേക്കാളും? അതിന്റെ വിലയിനേക്കാളും. ഇപ്പൊ 1000 രൂപ അല്ലെങ്കിൽ 10000 രൂപയുടെ ഒരു സാധനം നമ്മൾ ആ വിലയ്ക്കല്ല അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. എന്തിനാണ്? അതിന്റെ യൂട്ടിലിറ്റി, അതിന്റെ ഉപയോഗത്തിന് പ്രാധാന്യം നൽകുന്നു. കണ്ട, അതാണ് ഇവിടെ തന്നേക്കുന്ന വാല്യൂ ഈക്വൽ ഫങ്ഷൻ കോസ്റ്റ്. വാല്യൂ എന്ന് പറയുന്നത് പ്രവർത്തന വിലയാണ്. വാല്യൂ, ഫങ്ഷൻ, കോസ്റ്റ്. ഇനി അടുത്തത് നോക്കിയേ, വാല്യൂ ഇൻക്രീസസ് ബൈ ഇൻക്രീസിംഗ് ദ ഫങ്ഷൻ ഓർ ഡിക്രീസിംഗ് ദ കോസ്റ്റ്. വാല്യൂ ഇൻക്രീസസ്, മൂല്യം കൂടും. എപ്പോഴാണ്? ഫങ്ഷൻ കൂടുന്നതിന്റെ അനുസരിച്ച്, അല്ലെ? പ്രവർത്തനം കൂടുന്നതിനനുസരിച്ച് വാല്യൂ എന്ത് ചെയ്യും? മൂല്യം കൂടും. അതന്നെയല്ലേ നമ്മൾ പറഞ്ഞത് ഇത്ര നേരം, അല്ലെ? എന്തിന്റെ ഇമ്പോർട്ടൻസ്? പ്രവർത്തനത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെ? അപ്പോ ഫങ്ഷൻ കൂടുന്നതിന്റെ അനുസരിച്ച്, മെറ്റീരിയൽസിന്റെ പ്രവർത്തനം കൂടുന്നതിന്റെ അനുസരിച്ച് നമ്മള് വാല്യൂ കൂടും. ഒരു ഉപകരണത്തിന്റെ നമ്മുടെ പ്രവർത്തനം അത് നല്ല ഇതാണ്, അതിന്റെ പ്രവർത്തനം കൂടുന്നതിനനുസരിച്ച് അതിന്റെ മൂല്യം കൂടും. ഓർ ഡിക്രീസിങ് ദ കോസ്റ്റ്. കണ്ടോ, അതിന്റെ ഒപ്പം പറഞ്ഞേക്കുണ്ട് കോസ്റ്റ് കുറയുന്ന അനുസരിച്ച്. കണ്ടോ, ഇൻക്രീസിങ് ദ ഫങ്ഷൻ ഓർ ഡിക്രീസിങ് ദ കോസ്റ്റ്. വാല്യൂ ഇൻക്രീസസ്, അതിന് ബേസ് ചെയ്ത് മൂല്യം കൂടും. ഓക്കെ, അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. Value increases by increasing the function or decreasing the cost. കോസ്റ്റ് കുറയോ അല്ലെങ്കിൽ പ്രവർത്തനം കൂടുകയോ ചെയ്യുന്നതിനനുസരിച്ച് മൂല്യം കൂടുന്നു. ഇനി ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആ പറയുന്നത്. പലതരത്തിലുള്ള വാല്യൂ ഏതൊക്കെയാണ്? ഫങ്ഷണൽ വാല്യൂ ഉണ്ട്, എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട്, എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട്, ദെൻ കോസ്റ്റ് ആസ് പെർ മോണിറ്ററി വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ, ടൈം. ഇനി ഓരോന്ന് നോക്കാം. പലതരത്തിലുള്ള വാല്യൂസ് ഏതൊക്കെയാ? ഫങ്ഷണൽ വാല്യൂ, പ്രവർത്തന മൂല്യം. പ്രവർത്തന മൂല്യം റിലേയിങ് ഓൺ ഫങ്ഷൻ വാല്യൂ ചേഞ്ചസ്, അല്ലെ? നമ്മുടെ പ്രവർത്തനത്തിനനുസരിച്ച്, അല്ലെ? ഇതിന്റെ നമുക്ക് എന്താ പറയാ, പ്രവർത്തനങ്ങളില് മാറ്റം വരുന്നതിലൂടെ അത് ഈ പ്രവർത്തനം അനുസരിച്ച് വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. അതാണ് ഫങ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഉപകരണത്തിന്റെ നമുക്ക് യൂട്ടിലിറ്റി, അല്ലെ? ഒരു ഉപകരണം നൽകുന്ന യൂട്ടിലിറ്റിയെ നമുക്ക് ഫങ്ഷണൽ വാല്യൂ എന്ന് പറയാം. അത് എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം, അതാണ് ഫങ്ഷണൽ വാല്യൂ. കിട്ടിയോ? ഡിപ്പെൻഡിങ് ഓൺ
റിലേയിങ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ഫങ്ഷൻ വാല്യൂ ചേഞ്ചസ്. ആ പ്രവർത്തനത്തിനെ അനുസരിച്ച് വാല്യൂ വ്യത്യാസപ്പെടാം, വാല്യൂ ചേഞ്ച് ചെയ്യും. ഫങ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഡക്റ്റോ സർവീസോ നമുക്ക് നൽകുന്ന അതിന്റെ യൂട്ടിലിറ്റിയാണ് ഫങ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് എക്സ്ചേഞ്ച് വാല്യൂ. എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാറില്ലേ? നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാറില്ലേ? കുറെ ഓഫറുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്, അല്ലെ? പഴയത് കൊടുത്തിട്ട് നമ്മൾ പുതിയത് വാങ്ങും, അതല്ല എക്സ്ചേഞ്ച് വാല്യൂ. അപ്പൊ നമ്മൾ കൊടുക്കണേന് ഒരു വിലയില്ലേ അവിടെ, ഒരു വാല്യൂ ഇല്ലേ അവിടെ, അല്ലെ? ഗിവിംഗ് എ തിങ് ദാറ്റ് ഈസ് ഓൾഡ് ആൻഡ് ബൈയിങ് എ ന്യൂ വൺ. എക്സാമ്പിൾ കൊടുത്തേണ്ട TV, റെഫ്രിജറേറ്റർ, TV ഒക്കെ പുതിയ പുതിയ മോഡലുകൾ വരുമ്പോ നമ്മൾ പഴയ TV ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യും. ഓഫർ ഉണ്ട് അല്ലെ എക്സ്ചേഞ്ച് ചെയ്യാൻ, എക്സ്ചേഞ്ച് വാല്യൂ. അതായത് എന്താ? ഗിവിംഗ് എ തിങ് ദാറ്റ് ഈസ് ഓൾഡ്, പഴയത് നമ്മൾ കൊടുത്തിട്ട് ബൈയിങ് എ ന്യൂ വൺ, പുതിയത് വാങ്ങും. അതാണ് എക്സ്ചേഞ്ച് വാല്യൂ. പിന്നെ അടുത്തതാണ് എസ്റ്റീം വാല്യൂ. പ്രസ്റ്റീജ് ഹാവിംഗ് എ തിങ്. ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോഴുള്ള മൂല്യം, അതാണ് എസ്റ്റീം വാല്യൂ. അവിടെ ഒന്ന് എഴുതി വെച്ചോട്ടോ. ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോഴുള്ള മൂല്യം, അതിന് അപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന് എത്രത്തോളം മൂല്യമുണ്ട്. ഓക്കെ, എസ്റ്റീം വാല്യൂ. ഒരു വസ്തു നമ്മുടെ കയ്യിൽ, അത് ഒരു എക്യുപ്മെന്റ്, ഒരു ഉപകരണങ്ങള് ഏതെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ എത്രത്തോളം മൂല്യമുണ്ട്. ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ എത്രത്തോളം മൂല്യമുണ്ട്, അതാണ് എസ്റ്റീം വാല്യൂ. ഇനി അടുത്തതാണ് കോസ്റ്റ്. കോസ്റ്റ് വാല്യൂ ആസ് പെർ മോണിറ്ററി വാല്യൂ എന്ന് വെച്ചാൽ എന്താ? പണമൂല്യം അനുസരിച്ച്, കോസ്റ്റ് അനുസരിച്ച് ഒരു വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം, ഇതിന്റെ കോസ്റ്റ്, വിലയുടെ മൂല്യം, അതാണ് കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ആസ് പെർ മോണിറ്ററി വാല്യൂ എന്താ പറയുന്നത്? അതായത് എന്താ പറഞ്ഞേക്കുന്നത്? പണമൂല്യം അനുസരിച്ച് ഒരു വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം, ഒരു വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം. അടുത്തതാണ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്രാപ്പ് ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? ആക്രി അല്ലെ പഴയത് അല്ലെ, ഇത് നമ്മൾ സ്ക്രാപ്പ് ആയിട്ട് കൊടുക്കും. എന്താണ് ഏതാണ് പറയേണ്ടത്? എസ്റ്റീം വാല്യൂ ആണോ? എസ്റ്റീം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ എത്രത്തോളം മൂല്യമുണ്ട്. ഇവിടെ എഴുതിയേക്കുന്നത് പ്രസ്റ്റീജ് ഹാവിംഗ് എ തിങ് എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിന് എത്രത്തോളം മൂല്യമുണ്ട്, അതാണ് എസ്റ്റീം വാല്യൂ. ഇനി അടുത്തത് കോസ്റ്റ് വാല്യൂ പറഞ്ഞത്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം, കോസ്റ്റ് വാല്യൂ. ഒരു വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം. അടുത്തതാണ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞത്? നമ്മൾ എന്താ പറയാ? പഴയത് അല്ലെ, ആക്രി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കുമ്പോൾ നമ്മൾ ആക്രി ഇതൊക്കെ ആയിട്ട് കൊടുക്കും അല്ലെ. സ്ക്രാപ്പ് വാല്യൂ എന്താ? ആഫ്റ്റർ ദ ഐറ്റം ലൈഫ് ടൈം ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിന്റെ ആയുഷ്കാലത്തിന് ശേഷമുള്ള വാല്യൂ, ഒരു മെറ്റീരിയൽസിന്റെ ആയുഷ്കാലത്തിന് ശേഷമുള്ള വാല്യൂ. അതായത് ഇപ്പൊ നമ്മളൊരു മിക്സി മേടിച്ചു അല്ലെ, അതൊരു ഉപകരണത്തിൽ പെടാനോ നമുക്ക്, അത് മേടിച്ചു, നമുക്കൊരു 10 വർഷം നമുക്ക് അതിന് ഗ്യാരണ്ടി പറഞ്ഞു, അത് ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് കുറച്ചു നാള് നമ്മളത് നന്നാക്കി ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് തീരെ പറ്റാതെ ആകുമ്പോൾ നമ്മൾ സ്ക്രാപ്പ് ആയിട്ട് കൊടുക്കും അല്ലെ. അപ്പൊ അതിനൊരു വില കിട്ടൂലേ നമുക്ക്? സ്ക്രാപ്പ് കൊടുക്കുമ്പോ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കൊടുക്കുമ്പോ ചെറിയൊരു എമൗണ്ട് അല്ലെ, ഒരു നമ്മള് പുതിയതിന്റെ കിട്ടൂല, നമുക്ക് പഴയതിന്റെ നമുക്ക് അങ്ങനെ കിട്ടൂല, സ്ക്രാപ്പിൽ കൊടുക്കുമ്പോൾ അല്ലെ. അതായത് എന്താ? ഒരു മെറ്റീരിയലിന്റെ ആയുഷ്കാലത്തിന് ശേഷമുള്ള വില. നമ്മൾ വെറുതെ കളയാലല്ലോ, അതിനൊരു വാല്യൂ ഉണ്ട്, അതിന് ഒരു മൂല്യമുണ്ട്. അതിനാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. മെറ്റീരിയൽസിന്റെ ആയുഷ്കാലത്തിന് ശേഷമുള്ള വാല്യൂ, വില. അടുത്തതാണ് ടൈം എന്ന് പറയുന്നത്. ടൈം വാല്യൂ. അതായത് എന്താ? ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്. എത്ര സമയം
അത് നിലനിൽക്കും. അത് എത്രത്തോളം നിലനിൽക്കും? നമ്മൾ പറയുന്ന 1 വർഷം, 2 വർഷം, 5 വർഷം, അല്ലെ? ആ ടൈമാണ്. എത്ര ടൈം അല്ലെങ്കിൽ എത്രത്തോളം അത് ലാസ്റ്റ് ചെയ്യും. How long it will last. എത്രത്തോളം ലാസ്റ്റ് ചെയ്യും. നമ്മുടെ പല സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇത്ര നാൾ അത് ലാസ്റ്റ് ചെയ്യും, അല്ലെ? ഇത്ര വർഷം അത് ലാസ്റ്റ് ചെയ്യുന്നതാണ്. അത് എത്രത്തോളം അതിന് നിൽക്കും, എത്രത്തോളം നിലനിൽക്കും, അതാണ് എന്താ ടൈം എന്ന് പറയുന്നത്. ടൈം വാല്യൂ. ഓക്കെ, ടൈം. ഇത്രയും കാര്യങ്ങള് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ കോസ്റ്റ് വാല്യൂ വെച്ചാൽ പൈസ. കോസ്റ്റ് അനുസരിച്ച് ഒരു വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം അനുസരിച്ച്, പണമൂല്യം അനുസരിച്ച് ഒരു വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം, പൈസയാണ് അവിടെ കോസ്റ്റ് ആണ് നോക്കുന്നത്. അത് പൈസയ്ക്ക് ഒരു മൂല്യം ഇല്ലേ? കോസ്റ്റ് അനുസരിച്ച്. അപ്പൊ നമ്മൾ അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ഒന്ന് നോക്കി വയ്ക്കാം. ഫങ്ഷണൽ വാല്യൂ, പേരുകൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഫങ്ഷണൽ വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ഏതൊക്കെയാന്ന് ചോദിക്കാം കേട്ടോ. ഫങ്ഷണൽ വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ, എസ്റ്റീം വാല്യൂ, കോസ്റ്റ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ, ടൈം വാല്യൂ. എല്ലാത്തിനും ഓരോ മൂല്യമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഇനി നമുക്ക് മാക്സിമം ഒരു 2 പേജ്, 2.25, 2.5 പേജോളം നമുക്ക് ഒരു ക്ലാസ്സിൽ നമുക്ക് തീർക്കണം. ഇത്രയും വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ഒരു പേജ് വെച്ച് പോയാൽ പോരാ. അപ്പൊ അതുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് സെക്ഷനുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് തന്നത് കേട്ടോ. അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ബാക്കിയൊക്കെ നമ്മൾ വായിച്ചു ഒന്ന് മനസ്സിലാക്കി പോകുന്നുണ്ട്. എങ്കിലും ഫുള്ള് നമുക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാലോ, 3rd മൊഡ്യൂളിലേക്ക് കടന്നപ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. നമ്മൾ 1st 2nd മൊഡ്യൂൾ പഠിച്ച പോലെ തന്നെ നമുക്ക് ഓരോ പേജ് വൈസും നമുക്ക് അത് ഫുള്ള് ബൈഹാർട്ട് ചെയ്ത് പഠിക്കലൊന്നും ഇത് പറ്റില്ല. ഒത്തിരി ലെങ്തിയാണ്, ചാപ്റ്ററുകൾ ലെങ്തിയാണ്, അതിന്റെ കണ്ടന്റും വലുതാണ്. നമുക്കൊരു ചെറിയൊരു സംഭവത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല ഈ പറയുന്നത്. ഇതിപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ പറയുന്നെങ്കിലും നമ്മൾ കോമൺ ആയിട്ട്, നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് കുറെ ഇതൊക്കെ ഏകദേശം നമുക്ക് ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പർച്ചേസിങ് കാര്യങ്ങളൊക്കെ, നമുക്ക് വാല്യൂ ഇതൊക്കെ നമ്മൾ അതുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുന്നതൊക്കെയാണ്. അപ്പൊ എന്താ പറയാ, ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് നോക്കി പഠിക്കുക. നമ്മൾ അതിനകത്ത് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ആ ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെ സ്റ്റോഴ്സ് മാനേജ്മെന്റ് എന്നും പറയാം. പിന്നെ അതിന്റെ മേജർ ഒബ്ജക്റ്റീവ്സ് നോട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഫങ്ഷൻസ്, അല്ലെ, മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ്. അത് ഫങ്ഷൻ എന്ന് പറഞ്ഞ് വേറെ ഡീറ്റെയിൽ ഒന്നും വേണ്ട കേട്ടോ. അത് മാത്രം പോയിന്റുകൾ മാത്രം നോക്കിയിരിക്കാം. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്സ് ഹോസ്പിറ്റലിൽ ഏതാണെന്നുള്ളത് അതും പേരുകൾ നോക്കുക. പിന്നെ IMM, അവിടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. പിന്നെ ഫസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്തിട്ടോ. അപ്പൊ ഡാഷ് ഈസ് ഒക്കെ പറഞ്ഞ് ചോദിക്കാം. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു. പിന്നെ വാല്യൂ അനാലിസിസ് 4 പോയിന്റ്സും, ആ പാരഗ്രാഫില് 4 പോയിന്റും നമ്മൾ 4 സെന്റൻസും നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ്. അതിന്റെ പേര് ഏതൊക്കെയാണ്, പലതരത്തിലുള്ള വാല്യൂ എന്നുള്ളത് മാത്രം പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഇനിയിപ്പോ നാളെ നമ്മുടെ ക്ലാസ് ഇല്ല, നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, നമ്മുടെ ക്ലാസ് ഇല്ല. ഇനി 1 ഡേ നമ്മൾ കാണുള്ളൂ. ഫ്രൈഡേ നമുക്ക് നമ്മുടെ ക്ലാസ് വരുന്നില്ല. പിന്നെ സാറ്റർഡേ ഇല്ല, സൺഡേ ഇല്ല. അത് കഴിഞ്ഞ് മൺഡേ വരുമ്പോഴത്തേക്ക് മറക്കരുത്. അറിയാലോ, നമ്മൾ ആദ്യം തന്നെ തുടങ്ങിയപ്പോ ഒരു കാര്യം പറഞ്ഞതാണ്, എന്താ, അന്നന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ വായിച്ചു വെക്കൂ എന്നുള്ളതല്ലേ. അതൊക്കെ എപ്പോഴും ഓർക്കുക. അതനുസരിച്ച് ഒരു പ്രാവശ്യം വായിച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇത്രയും വലിയ ചാപ്റ്റർ ഒക്കെ ആകുമ്പോഴേ നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ നമ്മൾ മറന്നു. അപ്പൊ അതുകൊണ്ട് അന്നന്ന് എടുക്കുന്നത് ഒരു പ്രാവശ്യം 10 മിനിറ്റ് മതിയല്ലോ. അത്രയും ഒന്ന് നോക്കി വെക്കുക. ഓക്കെ ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.